ആമേൻ സ്തോത്രം. ഇന്നലെ നമ്മുടെ റീനാൻറ്റി നമ്മുടെ വചനം പറഞ്ഞ പോലെ എന്റെ മനസ്സിൽ ഇങ്ങനെ തുറന്നിരിക്കുന്ന ദാനിയലിന്റെ പുസ്തകം തന്നെ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കുമോ? ഹല്ലേലൂയ രക്ഷാവികനാറിക. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാൽ യെരൂശലേം നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ആമേൻ ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ദാനിയേലിന്റെ ജീവിതത്തിൽ പ്രശ്നം വന്നപ്പോൾ ഹല്ലേലൂയ ദാനിയേൽ വീട്ടിലേക്ക് ചെന്ന് ഹല്ലേലൂയ അവിടെ നമ്മൾ കാണുന്ന കാര്യം തുറന്നിരുന്ന യെരൂശലേമിന് നേരെ തുറന്നിരുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ പലപ്പോഴും എന്താ പറഞ്ഞിട്ട് നമ്മൾ ഹല്ലേലൂയ എപ്പോഴും തുറന്നൊന്നും ഇരിക്കത്തില്ല. ആവശ്യമുള്ളപ്പോൾ പോയി തുറക്കല്ലാത്ത അടച്ചു വെച്ചിട്ട് പോലും ഹല്ലേലൂയ. പക്ഷെ ദാനിയേൽ അങ്ങനെ ആയിരുന്നില്ല. ദാനിയേൽ ചിട്ടിയ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നതിനെ കാട്ടി ദൈവമായിട്ട് എപ്പോഴും ഒരു കണക്കല്ല. ദൈവത്തിലുള്ള ആ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, വിശ്വസ്തത ഇതെല്ലാം കാണിക്കുന്ന എപ്പോഴും തുറന്നിരിക്കുന്ന കിളിവാതിൽ ഹല്ലേ. അപ്പൊ അതുള്ളവർക്ക് സിംഹക്കുഴി എന്ന് പറഞ്ഞാലോ തീച്ചുള്ള എന്ന് പറഞ്ഞാലോ വേറെ എന്ത് പ്രശ്നമെന്ന് പറഞ്ഞാലോ അവർ പതറി പോകത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ഒരിടത്ത് പോലും ദാനിയേല് ഈ സമയത്തിരുന്നിട്ട് പിറുപിറുക്ക് നമ്മൾ കണ്ടില്ല. അല്ലെ? പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ അവര് വന്ന് പിടിച്ചോണ്ട് പോകുന്നു, കുഴിയിലേക്ക് ഇടാൻ പോകുന്നത് എല്ലാം ചെയ്യുമ്പോഴും ദാനിയേലിന്റെ അടുത്ത് പോലെ ദൈവമേ ഞാൻ എന്നും പ്രാർത്ഥിച്ചില്ല, ഞാൻ അത് ചെയ്തില്ല, ഞാൻ ഇത് ചെയ്തില്ല, എന്നിട്ട് എന്താ എനിക്കിത് വന്നേന്ന് ചോദിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ പറയാൻ ഉദ്ദേശിച്ച വചനം ഇതില്ല. ഇത് ഇന്നലെ പോലെ എന്റെ മനസ്സിലിങ്ങനെ കിടക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യോബിന്റെ പുസ്തകമാണ് ഇന്നലെ വായിച്ചിട്ട് ഒരിക്കൽ അതാ ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത മേഹാല. അതില് നമ്മളെപ്പോഴും പറയും യോബു ഹല്ലേലൂയ ഒന്നും ദൈവത്തിന് വിരോധം. പക്ഷെ യോബ് 3-ാമത്തെ അധ്യായം എടുത്തു കഴിഞ്ഞാൽ യോബിന്റെ ജീവിതത്തെ ഓർത്ത് ജന ദിവസത്തെ ഓർത്ത് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ശപിക്കുന്നുണ്ട്. സ്വയമായിട്ട് ശപിക്കുന്നേ കാണുന്ന കാലം. അപ്പൊ അവിടെ എന്താ വെച്ചാൽ യോബിന് സങ്കടവും ദേഷ്യവും വിഷമവും എല്ലാം വന്നിട്ട് യോബ് തന്നെത്താൻ ഇത് പിറുപിറുക്കുക. നമ്മൾ പറയുന്ന കണക്ക് ദൈവമേ എന്തിനായി ജന്മം ഇങ്ങോട്ട് തന്നത്, ജനിക്കായിരുന്ന കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ജനിച്ചപ്പോഴും അങ്ങോട്ട് തിരിച്ച് വിളിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചു. നമ്മളും ചിലപ്പോഴൊക്കെ ഇത് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിലപ്പോഴൊക്കെ ദൈവത്തോട് ചോദിച്ചിട്ട് കർത്താവ് എന്തിനാ ഇങ്ങോട്ട് വിട്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇതുപോലെ അപ്പൊ അവിടെ യോബിന്റെ പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ ഹല്ലേലൂയ അതിനെ എലീഫസ് ഉത്തരം പറയുന്ന 12 വാക്യങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിന് 3-4 വാക്യം 3, 4, 5, 6, 7 വാക്യം ഒന്ന് വായിക്കാം സിസ്റ്ററെ. യോബിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3, 4, 5, 6, 7. നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്ക് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു. നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാർ, നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? ആമേൻ സ്തോത്രം. മതി. ഇവിടെ പറയാം നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു. നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? നിന്റെ നടപ്പിന്റെ നിർമ്മലം നിന്റെ പ്രത്യാശയല്ലയോ? ഓർത്തു നോക്കുക, നിർദോഷയെ നശിച്ചവനാർ, നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ എലീഫസ് ചോദിക്കുകയാണ് ഹല്ലേലൂയ എന്താ നീ പലരെയും ഉപദേശിച്ചിട്ടില്ലേ? ഇങ്ങനെയുള്ള അവസ്ഥ കൂടെ പോകുന്നതിനെ കണ്ട എന്താ ചെയ്യുന്നത്? നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താ? മറ്റുള്ളവരെ ഉപദേശിക്കുക അല്ലേ? ആർക്കെങ്കിലും എന്ത് പ്രയാസം ഇപ്പൊ എന്താ പറയാ ആകാശം ഇടിഞ്ഞ് വീഴുന്ന ഒരാൾ നമ്മുടെ മുമ്പ് നമ്മൾ അവരെ ഉപദേശിച്ച് നമ്മളവരെ വചനമൊക്കെ പറഞ്ഞ് നമ്മളവരെ ബലപ്പെടുത്തും. അവർ നമ്മളോട് സംസാരിച്ച് ഭയങ്കര സമാധാനം കിട്ടി കേട്ടോ, ഭയങ്കര സ്വസ്ഥ, ആ ഭയമൊക്കെ അങ്ങ് പോയി കേട്ടോ എന്ന് പറയല്ലേ. കാരണം നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ യോബിന് നീ ഇതുപോലെ ചെയ്തിട്ടില്ലേ ഇത്രയും നാള്?
നിന്റെ അടുത്ത് പലരും വരാറില്ലേ? നമുക്കറിയാം ഇപ്പൊ യോബിന്റെ അടുത്ത് പലരും വരണ്ട. അതിനുശേഷം പറയുന്നുണ്ട്, ഇനി യോബ് തന്നെ പറയും, ഇനി ആൾക്കാർ എന്റെ വാക്ക് കേൾക്കാൻ, എന്റെ മൊഴികൾക്ക് കാതോർത്തിരിക്കും എന്നൊക്കെ പറയും. കാരണം യോബ് സ്ഥിരമായ ആൾക്കാരെ ആശ്വസിപ്പിക്കുകയും അവരെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ നീ. എന്നിട്ട് പറയുന്നത്, വീഴുന്നവരെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിട്ട്. അപ്പൊ നിന്റെ വാക്ക് കേൾക്കുമ്പം വീഴാൻ പോകുന്നവൻ ഉറച്ചു നിൽക്കും, അവനെ താങ്ങി നിർത്തി. നിന്റെ വാക്കുകൾ ഇതൊക്കെ നീ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നിട്ട് പറയുന്നത്, ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു. അന്ന് ഇതിനെക്കാട്ടി കഷ്ടമായിട്ട് ആൾക്കാരെയൊക്കെ ഉപദേശിച്ച് വരും. പക്ഷെ ഇന്ന് നമുക്കൊരു വിഷയം വരുമ്പോൾ നമ്മൾ അത് വന്നിട്ട് നമ്മൾ എന്താ പറയാ, അതിനെ ഓർത്ത് വിഷാദിക്കുന്നു, സ്വയം ശപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാണ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ദൈവവുമായിട്ട് അവിടെ ദാനിയേലിന് ഉണ്ടായിരുന്ന ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാനിയേലിനും ദൈവത്തിലുള്ള പ്രത്യാശ, ദൈവത്തിലുള്ള സ്നേഹം, ദൈവത്തിലുള്ള വിശ്വസ്ത, ദൈവവുമായിട്ടുള്ള കണക്ഷൻ, ഇതെല്ലാം ഏത് അവസ്ഥ വന്നപ്പോഴും ദാനിയേലിന് മുമ്പിൽ അതെല്ലാം തുറന്നു തന്നിരിക്കുക. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് തന്നേക്കുന്നത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, നമുക്ക് ഏറ്റവും വലിയ നമ്മളെ ദൈവം ഉറപ്പിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മുടെ ചിന്തകളൊന്ന് വേറിട്ട് എങ്ങോട്ടെങ്കിലും നെഗറ്റീവ് തോട്ടിലേക്ക് പോയി അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളെ മടക്കി കൂടാതെ, അപ്പൊ നമുക്ക് ദൈവത്തിന്റെ വചനം നമ്മളോട് ഇടപെട്ട് ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും ഞാനിങ്ങനെ ഭാരപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം ഓർത്ത്, നാളെ കുറിച്ച് ഓർത്ത് വിചാരപ്പെടാൻ തുടങ്ങി അപ്പൊ എൻ്റെ ഉള്ളിലേക്ക് വരും, നിന്റെ തല എത്ര മുടിയുണ്ടോ നീ അറിയുന്നു. ഹാലേലൂയ. ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പെട്ടെന്ന് മുടി കൊഴിയെന്ന് അറിയുന്ന ദൈവത്തിന് നമ്മളെ കുറിച്ച് സകലതും അറിയത്തില്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞത്, എനിക്ക് ആരോ കുറച്ച് പൈസ അയച്ചു, ആരാന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. ആളെ ഞാൻ കണ്ടുപിടിച്ചെന്നില്ല. കണ്ടുപിടിച്ചപ്പോൾ ഞാൻ മെസ്സേജ് ഇട്ടു, നീ ആണോ ഇതെനിക്ക് അയച്ചത്? അപ്പൊ എങ്ങനെ മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞു, മനസ്സിലാകാനായിട്ടൊന്നും ഇല്ല, വന്ന ബാങ്ക് എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ ഈ അക്കൗണ്ട് നമ്പർ ആകെപ്പാട് ICICI അക്കൗണ്ട് നമ്പർ ആകെപ്പാട് 2-3 പേരുടെ കയ്യിലേ ഉള്ളൂ. ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. സിസ്റ്റർ ഒരു ഉപയോഗിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡ അക്കൗണ്ട് നമ്പറൊക്കെ. അപ്പൊ അന്നേരം അത് ഇത്ര ലിമിറ്റഡ് ആൾക്കാരൊക്കെ ഉള്ളു. അപ്പം ഒരാളോട് ഞാൻ ചോദിച്ചല്ല എന്ന് പറഞ്ഞപ്പോ വീഡിയോ അക്കൗണ്ട് നമ്പർ ഉള്ളവർ എനിക്കറിയാം. അപ്പൊ പറഞ്ഞു, ഞാൻ ചെന്താ അത് ആന്റി 2-3 ദിവസമായിട്ട് എനിക്ക് ആന്റിയുടെ മുഖം ഇങ്ങനെ ദൈവം ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ എന്നൊക്കെ ഞാൻ പറഞ്ഞ, അപ്പം ഞാൻ കാര്യം ചോദിക്കുന്ന കാര്യം, എനിക്ക് ദൈവം ഇടപെടുന്ന അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാൻ എപ്പോഴും പറയുന്നുണ്ട് ചിലരോടൊക്കെ ദൈവം ഇടപെടുന്ന അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നലെ അറിയാന്ന് പറഞ്ഞു, മെനഞ്ഞാന്ന് വൈകിട്ട് സന്ധ്യയ്ക്ക് ഞാൻ ഇങ്ങനെ 7 മണി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പ്, നമ്മുടെ പ്രെയർ 7 മണിയുടെ പ്രെയർ, 7:30യുടെ പ്രെയറിന് മുമ്പ് ഞാനിങ്ങനെ പതിവ് പോലെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ തലേനെ എടുത്ത് കട്ടിൽ സൈഡിലോട്ട് ചാരി വെക്കും, ചാരി ഇരുന്നിട്ട് മുകളിലോട്ട് നോക്കും. ഇതാണ് പരിപാടി. ഞാൻ എപ്പോഴും ചെയ്ത് അങ്ങനെ മുകളിലോട്ട് നോക്കി കർത്താവിന്റെ രഹസ്യമായിട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഇങ്ങനെ സംസാരിച്ചു കാര്യങ്ങൾ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന തീർന്ന് ഞാൻ എഴുന്നേറ്റപ്പോഴാണ് മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നത്, പൈസ വന്നു പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ ചോദിച്ചു പറഞ്ഞത്, 2 ദിവസം, പക്ഷെ ഞാൻ തിരക്കിനിടയിൽ മറന്നു. പക്ഷെ അന്നേരം വൈകുന്നേരം സന്ധ്യയ്ക്ക് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ആ സമയത്ത് ദൈവം എന്നെ പെട്ടെന്ന് ഓർമ്മിപ്പിക്കുക, എന്നെ പുഷ് ചെയ്യുക. അപ്പൊ ഞാൻ എന്ത് തിരക്കി നിന്നിട്ട് എന്നെ പുഷ് ചെയ്യുകയാണ്. ദൈവം എന്താ വെച്ചാൽ, നീ പോയി അത് അയക്കുന്നത്. അങ്ങനെ ഞാൻ ആ തിരക്കിന്റെ ഇടയിൽ നിന്നിട്ടാണ് ആന്റിക്ക് പൈസ അയച്ചെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ചിരി വന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ ദൈവമുഖത്തേക്ക് നോക്കി മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പം ദൈവം അവിടെ ഒരുപാട് അകലത്തുള്ള നമ്മൾ സംസാരിച്ചിട്ട് തന്നെ കുറേ ദിവസങ്ങളെ ഒരു വ്യക്തിനെ ദൈവം എന്താ പറയാ പുഷ് ചെയ്ത് അവരെ ചെയ്തുകൊണ്ടിരുന്ന പണി മാറ്റി വെപ്പിച്ചിട്ട് കൊണ്ടുവന്ന് പൈസ അയപ്പിച്ചു. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളെപ്പോഴും നമ്മൾ പറയത്തില്ല, നമ്മൾ വിചാരിക്കുന്ന ദൈവം, ചില ആൾക്കാർക്ക് ദൈവം ഒരു സങ്കല്പമാ അല്ലേ. ഉണ്ടോന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ചോദിച്ചാൽ, നിങ്ങൾ അവിടെ പോയി അവിടെ ദൈവം ഉണ്ടോ, അല്ലെ ശക്തി ഉണ്ടോ, ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊരു സങ്കല്പമാണ്. ചിലപ്പോ ഉണ്ടായിരിക്കും, എങ്ങാനും സാധിച്ചാലെന്ന്. പക്ഷെ നമ്മുടെ ദൈവം സങ്കല്പമല്ല. ഹാലലൂയ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, നമ്മുടെ ദൈവം ഒരു സങ്കല്പമല്ല. ഹാലലൂയ. നമ്മുടെ ദൈവം നമ്മൾ പറയണ്ട, ഞാൻ വായ തുറന്നൊരു വാക്ക് പോലും സംസാരിച്ചില്ല ദൈവത്തോടൊന്ന്. ഹാലലൂയ. ഞാൻ കണ്ണുകൾ ഉയർത്തി എന്റെ ഹൃദയം കൊണ്ട് ഹൃദയം കൊണ്ട് സംസാരിച്ചു, വാ തുറന്നില്ല. ദൈവമേ, എനിക്ക് ഇന്നതാണ് ബുദ്ധിമുട്ട്, എനിക്ക് ഇന്ന പ്രയാസമുണ്ടല്ലോ, ഇന്ന കാര്യമുണ്ട്, ഇല്ല, പറഞ്ഞില്ല. പക്ഷെ ഞാൻ വാ തുറന്ന് പറയാതിരിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിനുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ഹൃദയം എന്താ സംസാരിക്കുന്ന പോലും മനസ്സിലാക്കുന്ന ദൈവം നമ്മുടെ ദൈവം.
എനിക്കിതുപോലെ 100 അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അല്ല ഇതൊരു, പക്ഷെ ഞാനിത് പറയുന്ന കാര്യം, നിങ്ങളുടെയൊക്കെ വിശ്വാസം ഹാലലിയ അത് അത്രത്തോളം സ്ട്രോങ് ആകണം. എന്റെ കർത്താവ് എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മേഖലയും ഇല്ല. ഹാലലൂയ. പ്രവർത്തിക്കുന്ന ഒരു മേഖല. അപ്പൊ നമ്മുടെ ദൈവത്തെ, അതാണ് ദാനിയേലിന്റെ പ്രത്യാശയുടെ, യോബിന്റെ പ്രത്യാശ എന്താ? ഈ നമ്മൾ എപ്പോഴും പറയും യോബ് സഹിഷ്ണുതയിൽ ഏറ്റവും നല്ല ആളെ ദൈവം. പക്ഷേ സഹിഷ്ണുത എന്ന് പറയുന്നതിനെ കാട്ടി ഹാലലിയ ദൈവത്തിലുള്ള വിശ്വാസം പ്രത്യാശ ഭയങ്കര വലുതാണ്, അല്ലെ? ഹല്ലേലൂയ. ദാനിയേൽ ജോബിന്റെ സഹിഷ്ണുതയെ കുറിച്ച് എല്ലാവരും എഴുതിയിട്ടുണ്ട്, നമ്മൾ പഠിക്കുന്നത്, നമുക്കറിയാം എത്രത്തോളം സഹിക്കാൻ പറ്റിയ മനുഷ്യൻ വേറെ ആരുമില്ല. പക്ഷേ ഈ സഹിഷ്ണുത ഇടയിലും ഹാലലൂയ പറയുന്ന വാക്കുകൾ, ഞാൻ പറയാം എനിക്ക് വിശ്വാസമുണ്ട്, ദൈവത്തെ ഭയങ്കര വിശ്വാസം. എനിക്ക് ചെറിയ കാര്യം ഞാനങ്ങ് പിറുപിറുക്കരുന്നുണ്ട്. അങ്ങനെയാണ് അലത്ത് പിറുപിറുക്കാതെ എന്റെ ദൈവത്തിന് ദൈവത്തിന്റെ അത്രത്തോളം വിശ്വസിച്ച്, അത്ര ഉറച്ചു നിന്ന് അത്രത്തോളം പ്രത്യാശ വെക്കുന്നത് രണ്ടാണ്. ഇവിടെ യോബിനെ പോലെ നമ്മൾ പലപ്പോഴും കാരണം വെച്ചാൽ ഇവിടെ എന്നിട്ട് പറയുന്നത് നമ്മൾ രണ്ട് ടൈപ്പ് എടുക്കാം യോബിനെ പോലെ. എന്നിട്ട് പറയുന്നത് അടുത്ത് പറയുന്നത്, ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. അപ്പൊ നമ്മൾ പലരും ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു സപ്പോസ് ഒരാളുടെ വീടിന്റെ ലോൺ വന്ന് പെൻഡിങ് വന്ന് ജപ്തി വരുന്നത് ഇത് കേൾക്കുമ്പോൾ മറ്റൊരാളെ നമ്മളോട് വിളിച്ചു പറയുന്നെങ്കിൽ ജപ്തി, സിസ്റ്ററെ പ്രാർത്ഥിക്കുക, അത് ദൈവം ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്ത് നമ്മൾ ഉറപ്പിക്കും. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിലെ വരുന്നെങ്കിൽ ഭ്രമിച്ചു പോവും. കാരണം എന്താട്ടെ, അയ്യോ ദൈവം എന്തോ ചെയ്യും, ആരെന്നെ സഹായിക്കും, ആരെനിക്ക് വേണ്ടി വഴി നിർത്തി ഇത്. പക്ഷേ ദാനിയേലിന്റെ സ്വഭാവമുള്ളവരാണെങ്കിൽ അവിടെയും ഭ്രമിക്കത്തില്ല. കൂളായിട്ട് ഡെയിലി ചെയ്യുന്ന പോലെ എന്താ പറയാ, ദൈവമായിട്ട് വന്ന് ദൈവസന്നിധി മുട്ടുമടക്കും, ദൈവമുഖത്തേക്ക് നോക്കും. കാരണം ദാനിയേലിന്റെ പ്രത്യാശ എന്താ വെച്ചാൽ, ദാനിയേലിന്റെ ദൈവത്തെക്കുറിച്ച് ദാനിയേൽ ഏത് പ്രതികൂലത്തിലും ഏത് പ്രതിസന്ധിയിലും ആർക്കും വെളിപ്പെടുത്താൻ കഴിയാത്ത രാജാവ് കണ്ട് മറന്നുപോയ സ്വപ്നത്തെ വരെ വെളിപ്പെടുത്താൻ കഴിയുന്ന ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? നമുക്കവിടെ ഒരാൾ സ്വപ്നം നമ്മളൊക്കെ വെളിപ്പാട് കണ്ടാൽ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വിവേചിച്ചു കൊടുക്കും. സ്വപ്നം കണ്ടാൽ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വിവേചിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ റീനാനെ എന്നെ വിളിച്ചിട്ട്, മിനിസിസ്റ്റർ ഞാൻ എന്തെങ്കിലും ഒരു സ്വപ്നം കണ്ട്, ആ സ്വപ്നം എന്താന്ന് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ആ സ്വപ്നം അറിയണം, അർത്ഥം അറിയണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയും, റീനാൻറ്റിക്ക് ഒരു പണിയൊന്നുമില്ല, പോയി എന്ന് ചോദിക്കല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് റീനാന്റെ സ്വപ്നം കണ്ട് ഞാനെങ്ങനെ അറിയാനെന്ന് ചോദിച്ചു. പക്ഷേ ദാനിയേൽ അവിടെയും നോ പറഞ്ഞില്ല. കാരണം ദാനിയേലിന് അറിയാൻ രാജാവുടെ സ്വപ്നമല്ല, രാജാവ് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് എന്ത് സംസാരിച്ചതാണ് എന്റെ ദൈവത്തിന് വെളിപ്പെടുത്താൻ പറ്റും. അങ്ങനെ അറിയുന്ന ദൈവം, അത്രത്തോളം വലിയൊരു ദൈവത്തെ ഞാൻ പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെ വലിപ്പം പലപ്പോഴും നമുക്ക് അതറിയാത്താണ് പ്രശ്നം. ആ വലിപ്പത്തെ അറിയുന്ന ദാനിയേലിന് സിംഹക്കൂട്ടിലിടുമെന്ന് പറഞ്ഞ വല്ല പ്രശ്നമുണ്ടോ? കരഞ്ഞു വിളിച്ചോ? കൂട്ടുകാരോട് പദം പറഞ്ഞോ? ആരോടെങ്കിലും പരാതി പറഞ്ഞോ? ഞാൻ രാജാവിന് ഇത്രയും സ്വപ്നം വ്യാഖ്യാനിച്ചു, ഇത്രയും കാര്യങ്ങൾ ചെയ്ത, ഇന്ന കാര്യങ്ങൾ ഈ രാജ്യത്ത് ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തതാണ്, ഞാൻ വന്നതിന് ശേഷം ഇന്ന മാറ്റങ്ങളുണ്ടായി, ഇന്ന നേട്ടങ്ങളുണ്ടായി, എന്നിട്ട് എന്നെ ഇടാനായിട്ട് സമ്മതിച്ചല്ലോ എന്ന് ചോദിച്ചോ? നമ്മളൊക്കെ അതൊക്കെ പറയും. ഹല്ലേലൂയ. പക്ഷെ ദാനിയേലിന്റെ പ്രത്യേകത അതാണ്. അപ്പൊ യോബിനെ കുറിച്ച് നമുക്കറിയാം. യോബ് പക്ഷെ നമ്മൾ പലപ്പോഴും യോബിനെ പോലെയാണ്. ഹല്ലേലൂയ. കാരണം നമ്മള് നേരത്തെ ഇങ്ങനെ നമ്മുടെ ലേഖനങ്ങൾ വായിച്ചപ്പോ പൗലോസ് പറയുന്ന നമ്മുടെ അകത്ത് ഒരു പ്രമാണമുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജഡത്തിൽ മറ്റൊരു പ്രമാണം കൂടെയുണ്ട്. ഇച്ഛിക്കുന്ന ചെയ്യാതെ വണ്ണം നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരു പാപത്തിന്റെ പ്രമാണം നമ്മുടെ ജഡത്തിലുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് പ്രമാണം ഇങ്ങനെ നിന്ന് മത്സരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ നമ്മൾ ഏത് പ്രമാണത്തിന് ആണ് അധീനപ്പെടുന്നതിനനുസരിച്ച് നമ്മുടെ വിശ്വാസവും പ്രത്യാശയും സകല സാധനങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമ്മളെ തന്നെ മറ്റൊരാൾക്ക് നമ്മളെ അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. സാറാമ്മ സിസ്റ്റർ എന്താ എങ്ങനെയാണെന്ന് സാറാമ്മ സിസ്റ്റർക്ക് അറിയത്തുള്ളൂ യഥാർത്ഥമായിട്ട്, പിന്നെ ദൈവത്തിനെ അറിയത്തുള്ളൂ. ഞാൻ കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഇതുപോലെ പ്രാർത്ഥനക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ വചനം വായിക്കുന്ന ആളൊക്കെ ഇതുപോലെ ദൈവത്തിന്റെ സമയം സ്പെൻഡ് ചെയ്തായിരിക്കും എൻ്റെ ഉള്ളിൽ പക്ഷേ അകത്ത വിശ്വാസം, അകത്ത പ്രത്യാശ, ഒരു വിഷയം വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇതൊക്കെ ദൈവത്തിന് മനസ്സിലാകത്തുള്ളൂ, നമുക്ക് തന്നെ മനസ്സിലാകത്തുള്ളൂ. അല്ലെ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ ഞാൻ ആമെ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണെന്നൊക്കെ തോന്നുന്നു. പക്ഷേ എൻ്റെ ബലഹീനതകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, പിന്നെ കർത്താവിന് അറിയത്തുള്ളൂ.
അതെ, ഈ ബലഹീനതയും ഈ ബലവുമാണ് നമ്മളെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നമ്മളെ ഹാലയിലെ ആമെ തെളിയിക്കും. നമ്മൾ ആരാണ് തെളിയിക്കും. നമ്മുടെ ഉള്ളിലുള്ള ഹാലയിലെ വിശ്വാസം, പ്രത്യാശ, ആമെ ഹാലയിലെ ദൈവത്തോടുള്ള സ്നേഹം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം വന്നാലേ അത് തെളിയത്തുള്ളൂ. ഇല്ലെങ്കിൽ സ്റ്റേജിൽ കയറി വയ്ക്കുക എന്നാ ഓരോന്നും നമ്മൾ പ്രസംഗിക്കും. ഹാല എത്ര പേരെ വേണം ഉറപ്പിക്കും. ഹാല എത്ര ദൂതം, എന്ത് കാര്യം വേണം ചെയ്യും. ഹാലെ ലൂയ. അവിടെയൊക്കെ ഹാലെ നമ്മുടെ ജീവിതത്തിൽ ഹാലെ. ഇന്നലെ ഞാനിങ്ങനെ സാമ്പാസ്റ്റർ മെസ്സേജ് ആയിട്ട് സാമ്പാസ്റ്റർ ഒരു ദൈവദാസ പേര് ഞാൻ മറന്നുപോയി. ഹാലെ ഭയങ്കര ഹീലിംഗ് മിനിസ്റ്റർ. അദ്ദേഹത്തിന്റെ ഹീലിംഗ് മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആമേ ഹാലയിലെ അദ്ദേഹം വന്ന് സ്റ്റേജിൽ നിന്ന് ഹാലയിലെ അവിടെ വന്നിട്ട് പറഞ്ഞാൽ ആമേ കണ്ണുകൾ തുറക്കട്ടെ എന്ന് പറഞ്ഞ രോഗികളുടെയൊക്കെ കണ്ണുകൾ തുറക്കും. ഹാലെ കാലുകൾ എഴുന്നേൽക്കും, മുടന്തന്മാർ ചാടി എഴുന്നേൽക്കും, കേൾവിയില്ലാത്ത കേൾക്കും. ഹാല അതുപോലെ മിനിസ്റ്റർ ചെയ്യുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മകള് ഹാലലിയ വീട്ടിൽ ചെല്ലുമ്പോൾ രണ്ടാമത്തെ മകൾക്ക് ഹാലലിയ അത് ബദിരയും മൂകയുമാണ്. അല്ല, ഡഫ് ആൻഡ് ഡംബ, കേൾവിയില്ല, സംസാരിക്കത്തുമില്ല, കണ്ണു കാണാം. അല്ല ഈ കൊച്ചിനോട് അല്ലെ അദ്ദേഹം ചെല്ലുമ്പോഴത്തേക്ക് കൊച്ചു ഈ ശുശ്രൂഷയുടെ വിശേഷങ്ങൾ അറിയാൻ അപ്പൊ അദ്ദേഹം ഇങ്ങനെ സൈൻ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഒരു പത്രക്കാരൻ ഒരു ദിവസം ചോദിച്ചു, ഹാലയിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഒന്ന് ആ ലോകത്തുള്ള എല്ലാവരും എവിടെ വന്ന് സൗഖ്യമാക്കുന്നു, പക്ഷെ സ്വന്തം കുഞ്ഞിനെ എന്താ സൗഖ്യമാക്കുന്നത്? അപ്പൊ ഉള്ളിയെ തിരിച്ച് ആരോട് ചോദിച്ചു, ഇപ്പൊ മനസ്സിലായില്ലേ ഇത് എന്റെ കയ്യിലല്ലെന്ന്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എന്റെ കയ്യിലല്ല, എന്റേതുമല്ലെന്ന് മനസ്സിലായില്ലെന്ന്. കാരണം വെച്ചാ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടേത് അല്ല. പലരും ചിന്ത ചെയ്തതാണ്. പക്ഷേ അല്ല, ഇതിനു വേണ്ടി തെളിയിക്കാൻ വേണ്ടി ദൈവം ഒരാളവിടെ വെച്ചിരിക്കുന്നത്. എപ്പോഴെങ്കിലും തോന്നുന്നില്ലയോ ഞാൻ ഇവിടെ ലോകത്തുള്ള എല്ലാവരെയും സൗഖ്യമാക്കും, ഞാൻ ഭയങ്കര സംഭവം, അത് തോന്നാതിരിക്കാൻ വേണ്ടി ഒന്ന് വീട്ടിൽ കൊടുത്തേക്കുക. എന്താ പറയട്ടെ? ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് നമ്മളീ ചെയ്യുന്നത്. അതുപോലെ ഞാൻ പറയാം, ഞാനിപ്പോ ശുശ്രൂഷയ്ക്കാണെങ്കിൽ ചിലപ്പം ഹാലേലിയ അമ്മ ഭയങ്കര ശുശ്രൂഷയൊക്കെ വെളിപ്പെടുമായിരിക്കും. പക്ഷേ അല്ല, എന്റെ പേഴ്സണൽ ലൈഫ് എപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തെ തെളിയിക്കുന്നത്, നമ്മുടെ ലൈഫിലൂടെ തന്നെ തെളിയിക്കുന്നത്. നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, നമുക്ക് എന്ത് ബോധം വേണമെന്ന് തീരുമാനിക്കുന്നത് അവിടെയാണ്. ആമേൻ, സ്തോത്ര, ഹാലലിയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ അതാ ഞാൻ പലപ്പോഴും ബോർഡ് കാണുമ്പോൾ ഞാൻ പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പ് പറയുന്ന സൂപ്പർ നാച്ചുറൽ പ്രോഫറ്റിക്കൽ എൻകൗണ്ടർ, സൂപ്പർ നാച്ചുറൽ ഹീലിംഗ്, സൂപ്പർ മിറക്കിൾ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറയാൻ എന്റെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇതൊക്കെ ഹാലേലിയ അടിച്ചു വെച്ച് പോസ്റ്റർ അടിച്ച് ഫ്ലക്സും കെട്ടിട്ട് അങ്ങോട്ടെല്ലാം ദൈവം പറയാ പരിശുദ്ധനെ ഞാൻ എന്ത് പണിമുടൊക്കെ വരുന്നില്ലെന്ന് പറയാൻ തീർന്നില്ലേ? തീർന്നില്ലേ? ഹാലേലുയ. അപ്പൊ ഇവിടെയാണ് ഇത് നമ്മുടെ സ്വന്തം അല്ല. ഹാലേലുയ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു ഇത് നമ്മുടെ സ്വന്തം അല്ല. ഹാലേലു. ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം. ഞാൻ പറഞ്ഞു വന്നപ്പോ അത് ഭാഗത്തേക്ക് ഡൈവേർട്ട് ആയിപ്പോ. പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ ദാനിയേലിന്റെ സ്വഭാവമാണ്, യോബിന്റെ സ്വഭാവമാണ്. ഹാലേലു. നമ്മുടെ വ്യക്തിപരമായ ജീവിതം, നമുക്ക് ബാക്കി എല്ലാവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഹാലലൂയ. പ്രബോധിപ്പിക്കാനൊക്കെ നമ്മളെ കഴിഞ്ഞുള്ള മറ്റാൾക്കാർ ഹാലല് മാറി നിൽക്കും. മറ്റുള്ളവരെ കേശപ്പച്ചൻ പോലും കണ്ടാൽ പറയോ നീ മിടിക്കുക കേട്ടോ എന്ന് പറയും. മറ്റുള്ളവരെയൊക്കെ ഉറപ്പിക്കാനായിട്ടില്ല, പ്രബോധിപ്പിക്കൽ, ആശ്വസിപ്പിക്കാനായിട്ടൊക്കെ. പക്ഷേങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ആരാണെന്ന് തെളിയത്തുള്ളൂ. സ്തോത്രം, ഹാലലൂയ. അപ്പൊ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ആരാണെന്ന് തെളിയും. ഹാലലൂയ. അത് തെളിയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ കടന്നു വരുന്നത്. ആർക്ക് തെളിയിക്കണമെന്നാ പറയുന്നത്? ദൈവത്തിന്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞു വചനത്തിൽ ദൈവത്തിന് നമ്മൾ പരീക്ഷിച്ചറിയേണ്ടത് നമ്മൾ ആരാണെന്ന്. കാരണം ദൈവത്തിന് നന്നായി അറിയാം നമ്മൾ ആരാണെന്ന്. പക്ഷെ ഈ പരീക്ഷ വരുമ്പോൾ ആർക്കും ഇത് മനസ്സിലാകുന്ന വെച്ചാൽ എനിക്ക് തന്നെ മനസ്സിലാകുന്നത് ഞാൻ ആരാണ്, എന്റെ വിശ്വാസം എത്രയുണ്ട്. അല്ലെങ്കിൽ അയ്യോ ചിലപ്പോഴൊക്കെ നമ്മൾ ചില വാക്കുകളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ദൈവമേ ഞാനാണ് ഇത് പറഞ്ഞെന്ന് തോന്നും. കാരണം വെച്ചാൽ എനിക്ക് ഇത്രയുള്ള വിശ്വാസം, അല്ലെങ്കിൽ എൻ്റെ ഹാലേലിയ ആമേ അതിപ്പോ ദൈവത്തിലുള്ള പ്രത്യാശ ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോ. ഇത് നമ്മളെ തന്നെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷ വരുന്നത്. അല്ല, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവൻ, അവൻ കൊള്ളാകുന്നവനെ തികഞ്ഞു വരുന്നു ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് തികയുന്നതും ഹാലേലിയ സഹിക്കുന്നതും ഹാലേലിയ ഇത് മനസ്സിലാക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷ കയറി വരുന്നെങ്കിൽ അപ്പോഴാണ് നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്റെ ജീവിതത്തിൽ പരീക്ഷ വന്നിട്ടാണോ സാറാമ്മ സിസ്റ്റർ പഠിപ്പിക്കുന്നത്? അല്ല. എന്റെ ജീവിതത്തിൽ പരീക്ഷ വന്നാൽ അത് കണ്ടിട്ട് ഇപ്പം പീന സിസ്റ്റർ പഠിക്കുമോ? ഒരിക്കലും പഠിക്കത്തില്ല. കാരണം എന്റെ ജീവിതത്തിൽ പരീക്ഷ വന്നാ ഞാൻ പഠിക്കും. എന്താ? എനിക്ക് ഇത്ര വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഇത്ര ബലം ഉണ്ടായിരുന്നുള്ളൂ,
ഹാലേലൂയ. അയ്യോ ഇത് പോരല്ലോ, ഇതുണ്ട്, ഇത്രയും കൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് അധികം കൃപ വേണമല്ലോ, അല്ലെങ്കിൽ ഞാൻ അധികം സ്ട്രോങ് ആകണമല്ലോ, അല്ലെങ്കിൽ എന്റെ വിശ്വാസം വർദ്ധിക്കണമല്ലോ എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കും. ഹല്ലേലൂയ. അതാണ് പറഞ്ഞേക്കുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാന്ന് വെച്ചാൽ അവൻ പരീക്ഷ സഹിച്ചിട്ട്. പണ്ട് എന്നോട് ഒരു ദേവദാസൻ പറഞ്ഞിരുന്നത്, ഞങ്ങളുടെ അവിടെ ദുബായിലൊരു ദേവദാസനാണ്. എൻ്റെ അടുത്ത് പറഞ്ഞത്, സിസ്റ്റർ മിനി സിസ്റ്റർ എപ്പോഴും ഈ കഷ്ടത കഷ്ടത എന്നൊക്കെ പറയുന്നുണ്ടോ, കഷ്ടതയെ കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പഠിപ്പിക്കാനുള്ള സബ്ജക്ട് ഭയങ്കര ഇഷ്ടം. കഷ്ടതയെക്കുറിച്ച്, കഷ്ടത ഇല്ലാതെ ആരും വാഗ്ദത്തം പ്രാപിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുമായിരുന്നു തലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ സബ്ജക്റ്റ് ഒക്കെ എപ്പോഴും പഠിപ്പിക്കുന്നതാണ് ജീവിതത്തിൽ കഷ്ടത വരുന്നത്. കാരണം അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, വേദപുസ്തകം ഞാൻ വായിച്ചു കേട്ട് കഷ്ടതയില്ലാതെ ആരും വാഗ്ദത്തം പ്രാപിച്ചത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും എത്തപ്പുള്ളി എന്നോട് എത്തവല്ലാന്ന്. ഞാൻ വന്നിട്ട് 10-20 വർഷം എൻ്റെ ജീവിതത്തിൽ വലിയ കഷ്ടത ഒന്നും വന്നിട്ടില്ല ഇതുവരെ. എൻ്റെ ശുശ്രൂഷയിലും വന്നിട്ടില്ല, ജീവിതത്തിലും വന്നിട്ടില്ല, എങ്ങും വലിയ കഷ്ടമൊന്നും വന്നിട്ടില്ല സിസ്റ്റർ എന്ന് പറഞ്ഞു. ഞാനിപ്പോ ചുമ്മാ തമാശയായിട്ട് പുള്ളിയോട് പറഞ്ഞു, പാസ്റ്റർ ഒന്ന് സൂക്ഷിച്ചോ, ചിലപ്പോ ദൈവം കണ്ടിട്ട് പോലും ഉണ്ടാകത്തില്ല. കാരണം കഷ്ടതയില്ലെങ്കിൽ തമാശ കൂടെ വന്നത്. അപ്പൊ ദൈവം കണ്ടിട്ട് പോലും ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവം കണ്ടിട്ടുള്ളവരെ, ദൈവം വിളിച്ചിട്ടുള്ളവർക്കൊക്കെ കഷ്ടതയുണ്ട് ജീവിതത്തിൽ. എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ജീവിതത്തില് ഏതെങ്കിലുമൊക്കെ മേഖലയിൽ അവർ കഷ്ടത കൂടെ പോകും. കാരണം വെച്ചാൽ ഈ കഷ്ടത വന്നാല ഒരുവനെ തികഞ്ഞവനായി ദൈവത്തിന് പുറത്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്ന ചില കഷ്ടങ്ങളാണ് നമ്മളെ ദൈവത്തോട് അടുപ്പിച്ചത്, പ്രാർത്ഥിക്കാൻ ഇരുത്തിയത്. ഹാലേലിയ. ദൈവമായി നല്ലൊരു ബന്ധത്തിലേക്ക് വന്നത്. വചനം വായിപ്പിച്ചത്, ഉപവസിക്കാൻ പഠിപ്പിച്ചത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന ചില കഷ്ടതകളാണ്. എന്താ വെച്ചാൽ കഷ്ടത എന്ന് കേൾക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള കഷ്ടത മാത്രം നിങ്ങൾ ഉദ്ദേശിക്കരുത്. അപ്പൊ അത് ശാരീരികമാകാം, മാനസികമാകാം, കുടുംബപരമാകാം. ഹാലേലിയ. സാമ്പത്തികം, അങ്ങനെ ഏത് മേഖല, അല്ലെങ്കിൽ ആത്മീയമാകാം, ഏത് മേഖലയാണെങ്കിലും നമുക്കിപ്പോ ഒരു കഷ്ടത ഞാൻ പറയാം. നമുക്ക് ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടില്ല, കുടുംബത്തിൽ പ്രശ്നങ്ങളില്ല, ശരീരത്തിൽ രോഗമില്ല, ഒന്നുമില്ല. പക്ഷേ ഒരു കഷ്ടത ഞാൻ പറയാം. ഹല്ലേലൂയ. നമുക്ക് ദൈവവുമായിട്ട് ഹല്ലേലൂയ അടുക്കണമെന്ന് വിചാരിച്ചാൽ, അല്ലെ ആത്മീയമായിട്ടൊന്ന് കയറണമെന്ന് വിചാരിച്ചാൽ, നമ്മൾ 2 സ്റ്റെപ്പ് മുകളിലോട്ട് കയറും, 4 സ്റ്റെപ്പ് താഴേക്ക് വീഴുന്ന കഴിപ്പുണ്ട്. ഇതും കഷ്ടതയാണ്. ചില വിഷയങ്ങൾ വന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹാലല്ല ചില നമ്മുടെ ജഡത്തിൻ്റെതായ സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടേതായ ബേസിക്കലി ഉണ്ടാകുന്ന ക്യാരക്ടേഴ്സ് നമ്മളെ പിടിച്ച് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ താഴേക്ക് വലിച്ചിടണമെങ്കിൽ ഇതും കഷ്ടതയാ, സ്ട്രഗിളിങ് അത്. കാരണം എന്താ, ആത്മീയമായി മുന്നേറാൻ പറ്റുന്ന സ്ട്രഗിൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അപ്പൊ ഇത് മാറണം. എന്ത് ചെയ്യും? നമ്മൾ കൂടുതലും പ്രാർത്ഥിക്കും, കൂടുതലും ദൈവത്തോടും ചിലപ്പോൾ ഉപവസിക്കും. ഇത് മാറി എനിക്കൊന്ന് ജയിച്ചു കയറണമെങ്കിൽ അല്ലേ. നമ്മൾ കഷ്ടത നമ്മളെല്ലാവരും ദാരിദ്ര്യം മാത്രമേ കഷ്ടതയുള്ളൂ അല്ല. നമ്മുടെ ചേർത്ത്, നമ്മുടെ ജഡത്തിൽ നമുക്ക് ജയിക്കാൻ കഴിയാത്ത ചില സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് കഷ്ടതയാണ്. ചില ആൾക്കാർ എത്രയൊക്കെ വിശ്വസിച്ച്, എത്രയൊക്കെ വലിയ ഇതിൽ നിൽക്കുമ്പോഴും വെറുതെ ഒരു കാര്യമില്ലെങ്കിൽ പോലും നുണ പറയും. അവിടെ നുണ പറയേണ്ട ഒരു സാഹചര്യം പോലും ഇല്ല അവർക്ക്, പക്ഷെ എന്നാലും അറിയാണ്ട് വായിന്ന് അത് നുണ വരും. ഇത് സ്ട്രഗിളാ. എന്താ കഷ്ടതയാണ് നമ്മൾക്ക് അതിലേയും ജയിക്കാൻ കഴിയാത്തൊരു സ്ട്രഗിൾ നമ്മുടെ, ഇതും കഷ്ടതയാണ്. എത്ര ശ്രമിച്ചിട്ടും ജയിക്കാൻ കഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ ഉള്ള ജീവിതത്തിൽ ഇരിക്കുന്ന ചില ദുർഗുണങ്ങളെ മാറ്റാൻ പറ്റുന്നില്ല. ഞാൻ പലപ്പോഴും എല്ലാവരോടും, എനിക്ക് അടുത്തറിയുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, മക്കളാണ് നിങ്ങൾ നുണ പറയണം. എത്ര വലിയൊരു പ്രശ്നമാണെങ്കിലും ഞാൻ പറയാം, നമ്മൾ നുണ പറയാതെ സത്യസന്ധമായിട്ടൊരു സംസാരം ദൈവം നമുക്കിന്ന് തുണ നിൽക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ അവിടെ ആയിരിക്കുമ്പോൾ റെന്റ് പെൻഡിങ് കിടക്കുമ്പോൾ അവർ വിളിക്കുമ്പോൾ വേണേ നമുക്കൊരു നുണ പറഞ്ഞ് എക്സ്ക്യൂസ് അടിക്കാം. പക്ഷെ ഞാനത് പറയത്തില്ല. കാരണം വെച്ചാൽ ദൈവം എന്നോട് പറഞ്ഞിട്ട്, നീ നുണ പറയരുത്, നുണ പറയാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് തുണ നിൽക്കും. നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് പറയുമ്പോൾ ഒന്നും പറയത്തില്ല, കുഴപ്പമില്ല ഹാലേലൂയ, ശരി എന്ന് പറയാം. അവരങ്ങ് ഫോൺ വെച്ചിട്ട് പോകും. നമ്മളോട് ഒരു വാക്ക് പോലും മോശമായിട്ട് പറയത്തില്ല. കാരണം വെച്ചാൽ ദൈവത്തിന്റെ നമ്മൾ വിചാരിക്കോ അവരോട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞു നിർത്തിയാൽ അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടും. അത് തൽക്കാല ആശ്വാസമായിരിക്കും, ചിലപ്പോൾ അതിന്റെ അപ്പുറം നമ്മൾ പിന്നെ അനുഭവിക്കേണ്ടി വരും. ഹാലേലൂയ. അപ്പൊ അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും നുണ പറയും. കാരണം നുണ പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യം, നിങ്ങളുടെ നാവ് ഹാലേലൂയ ദൈവത്തിന്റെ നാവായിരിക്കുന്ന നാവിനെ നിങ്ങൾ കുറച്ച് നേരത്തേക്കെടുത്ത് പിശാചിന്റെ കയ്യിലേക്ക് കൊടുക്കുക ചെയ്യുന്നത്. നീ വെച്ചോ ചെയ്യണം, നീ ഉപയോഗിച്ചു. ഹാലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അവസ്ഥ, നമ്മുടെ നാക്ക് പിശാചിന്റെ കയ്യിലിരിക്കുന്നതിനെ കുറിച്ച്. ഹാലലൂയ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നന്മയായി വരത്തില്ല. ദൈവ മക്കൾ എപ്പോഴും ഞാൻ പറയാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ സിംഹത്തിന്റെ കുഴിയിൽ കൊണ്ടിട്ടാൽ സിംഹത്തിന്റെ വായ അടപ്പിക്കുന്ന ദൈവം.
ഹല്ലേലൂയ. അയ്യോ അവിടെ സിംഹം അല്ലേ, കുഴിയല്ലേ, ഞാൻ വീണ എന്ത് വീഴുകയും സിംഹം തിന്നുമല്ലോ കടിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് പേടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കള്ളത്തരം തരികിടെ കാണിച്ച് മാറാൻ പോയി ഇതിനൊക്കെ വലിയ കുഴിയിലേക്ക് നിങ്ങൾ വീഴും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ആമെ ദൈവവുമായിട്ടുള്ള കണക്ഷൻ, ആമെ തുറന്നിരിക്കുന്ന കിളിവാതിൽ ദൈവവുമായിട്ടുള്ള കണക്ഷനെ കാണിക്കുന്നു. അതൊരിക്കലും അടയുന്നില്ല. അല്ല നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന സമയം ചിലപ്പോൾ വേറെ രണ്ടോ മൂന്നോ പ്രാവശ്യം, പക്ഷെ നമ്മളുമായിട്ട് ദൈവമായിട്ട് കണക്ട് നമുക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ നമ്മുടെ പുതിയ ദൈവം ഇസ്രായേൽ നമുക്ക് നമുക്ക് പരിശുദ്ധാത്മാവ് 24/7 നമ്മളോട് സംസാരിക്കുന്ന, നമ്മളെ ഗൈഡ് ചെയ്യുന്ന, നമ്മളെ നടത്തുന്ന, നമുക്ക് ഉപദേശിച്ചു തരുന്ന നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഈ പരിശുദ്ധാത്മ നമ്മളിൽ ഉണ്ട് 24/7 അതിൽ ഉറക്കമില്ല, ഒന്നുമില്ല ഏത് സമയത്ത് നമുക്ക്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. ആ കണക്ഷൻ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് തോട്ട്സ് കയറി വന്ന് ഉടനെ പറയും നമ്മുടെ ഉള്ളിലിരുന്ന്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പാപം അല്ലെ ഒരു തെറ്റ് ഒരു കള്ളത്തരം ഒരു കപട എന്തെങ്കിലും കാണിച്ച് ഉടനെ പറയാകത്തിരുന്നുണ്ട്, കുഞ്ഞെ ശരിയല്ല, അത് തെറ്റ, അത് ശരിയല്ല, അത് തെറ്റ്, അത് മാറ്റി പറ, അല്ല തിരുത്ത്, അല്ലെങ്കിൽ പോയി പറ എന്ന് പറഞ്ഞ് നമ്മൾ ഉള്ളിലിരുന്ന് ഇങ്ങനെ എന്താ പറയാ പാസ്റ്റർമാരുടെ ഭാഷ പറഞ്ഞ ഹേമിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്താ കാരണം നമ്മളെ എപ്പോഴും ആ നേരായിട്ട് ദൈവവുമായിട്ട് കണക്ഷൻ ഡിസ്കണക്ട് ആകാൻ നടത്തണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിക്കോ, ഒരു കാര്യം പരിശുദ്ധാത്മ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നില്ല, അത് നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടെങ്കിൽ പരിശുദ്ധാത്മ മിണ്ടത്തില്ല. പിന്നെ ആ ശബ്ദം നിങ്ങൾ പിന്നെ കേൾക്കത്തില്ല. കാരണം എന്താ പറയട്ടെ, പറഞ്ഞിട്ട് കേൾക്കാതെ നമ്മൾ പോവുകയാണെങ്കിൽ ഇനി പോയി പഠിച്ചിട്ട് വന്നു പറയും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചില കാര്യങ്ങൾ. ഞാൻ പറയാറ്, ഞാൻ ഇങ്ങനെ യൂട്യൂബ് ഒക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധം, ഞാൻ വീഡിയോ കാണുന്ന സമയത്ത് അന്യഭാഷ പരിശുദ്ധം എന്നോട് സംസാരിക്കാൻ എനിക്കറിയാം, ഇത് കാണണ്ടെന്ന് അല്ല നിർത്താൻ പറയും. ചിലപ്പോൾ ഞാനത് ശ്രദ്ധിക്കാതെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ആ ശബ്ദം ഞാൻ കേൾക്കത്തില്ല. പിന്നെ അപ്പോഴെന്നല്ല, പിന്നെ ഇതിനെ എപ്പോഴൊക്കെ കോമഡി മറ്റു സാധനങ്ങൾ യൂട്യൂബിൽ എന്തെങ്കിലും പ്രോഗ്രാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധം വേണ്ടി മിണ്ടുന്ന ഞാൻ കേൾക്കുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ വിചാരം എന്ന് പറയാം, ഇത് കുഴപ്പമില്ലാത്ത അധികാരം മിണ്ടാത്ത, കുഴപ്പമില്ലാത്തണ്ടല്ല, നീ കേൾക്കാതെ ഇരുന്നതുകൊണ്ട് നീ ഞാൻ സംസാരിക്കുന്നില്ല. നമ്മളൊക്കെ പിണങ്ങൂല്ലേ? സാറാവസ്ഥ എന്നോട് കാര്യം പറഞ്ഞു ഞാൻ കേട്ടില്ല, പിന്നെ ഞാൻ ആ വഴിക്ക് വേണം സാറാവസ്ഥ എന്ന് പറയും, പോയിട്ട് കേട്ടെ, ഞാൻ എതിനും മിണ്ടുന്നില്ല, പറയത്തില്ലേ? കാരണം എന്താ ഇതുപോലെ ദൈവാത്മ പക്ഷെ അതും മനസ്സിലാക്കണം നമ്മൾ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല, അപ്പൊ കുഴപ്പമൊന്നും ഏതെങ്കിലും പോകുന്നതൊക്കെ കറക്റ്റ് ആണെന്ന് വിചാരിക്കില്ല കേട്ടോ. കാരണം ദൈവം പറഞ്ഞിട്ട് കേൾക്കാതിരിക്കുമ്പോഴും ചിലപ്പോൾ സംസാരിക്കത്തില്ല. അപ്പൊ ഈ കണക്ഷൻ നമ്മൾ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകണം. ഇന്നലെ ഞാൻ പറയാം, റീനാൻറ്റി പറഞ്ഞ പോലെ എന്റെ ഉള്ളിൽ കയറി വീണതാണ് തുറന്നിരിക്കുന്ന കിളിവാത്, അതിങ്ങനെ അകത്ത് കിടന്നിങ്ങനെ അതിങ്ങനെ ആ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ പൊങ്ങി വന്നുണ്ടായിരുന്ന ആ കണക്ട് ചെയ്ത് വചനം പറയാം. കാരണം വെച്ചാൽ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ കിളിവാതിൽ അടയരുത്. യെരൂശലേമിന്റെ നേരെയുള്ള കിളിവാതിൽ വെച്ചാൽ ദൈവവുമായിട്ടുള്ള കണക്ഷനെ കാണിക്കുക, അതൊരിക്കലും അടയരുത്. നമ്മൾ ദൈവത്തിൽ അതിനകത്ത് പ്രത്യാശയുണ്ട്, സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്, എല്ലാം ചേർന്നതാണ് അത്. അത് ഒരിക്കലും അടയാൻ പാടില്ല. അത് തുറന്ന് തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് വിഷയം വന്നാലും, എത്ര വലിയ വിഷയം വന്നാലും നമ്മൾ മറ്റൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ അന്വേഷിച്ച് നമ്മൾ പോകത്തില്ല. കാരണം വെച്ചാൽ എനിക്ക് ഇവിടെ തുറന്നിരിക്കരുത്. എനിക്ക് അവിടേക്ക് ഒരു ആക്സസ് ഉണ്ട്. നമ്മുടെ പുതിയ നിയമത്തിൽ പറയുന്നത് എപ്പോൾ വേണമെങ്കിലും അതിധൈര്യത്തിന് കൃപാസനത്തിലേക്ക് കടന്നു വരാൻ പറഞ്ഞേക്കുന്നത്. അതുപോലെ നമുക്ക് എപ്പോഴും ഒരു ആക്സസ് ആണ് ഇത്. ഈ ആക്സസ് ഉള്ളവൻ മറ്റൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ അന്വേഷിച്ച് പോകത്തില്ല. ഏതെങ്കിലും മനുഷ്യരെ വിളിച്ചിട്ട് ഏതെങ്കിലും മനുഷ്യരെ പിന്നാലെ ഓടി നടക്കത്തില്ല. എനിക്കൊരു വിഷയമുണ്ട്, എനിക്ക് സോൾവ് ഇല്ല. കാരണം ഈ ആക്സസ് ഉള്ളവൻ പറയും എന്റെ ദൈവം അറിയാണ്ട് എന്റെ ജീവിതത്തൊന്നും സംഭവിക്കത്തില്ലെങ്കിൽ എന്റെ ദൈവത്തിന് വിടുവിക്കാൻ കഴിയാത്ത ഒരു വിഷയം എന്റെ ജീവിതത്തിലില്ല. നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ള ഏതെങ്കിലും വിഷയം നമുക്കുണ്ടോ? ഇല്ല. ദൈവം തന്നെ എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഞാൻ പ്രവർത്തിക്കുക ആര് തടുക്കും? ഇതൊക്കെ ദൈവം ചോദിച്ചേക്കുന്നത്. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെങ്കിൽ മറ്റു സൊല്യൂഷൻസ് തേടി നമ്മൾ പോകില്ല. യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, യോബിനെ കുറ്റം പറയുകയൊന്നും വേണ്ട, നമ്മളെല്ലാം ഇതുപോലൊക്കെ തന്നെയാണ്. നമുക്കൊരു വിഷയം വരുമ്പോൾ നമുക്കിവിടെ അവിടെ പറഞ്ഞേക്കുന്നത് അങ്ങനെ തന്നെയാ. നിനക്കത് തട്ടിയിട്ട് ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. എന്നിട്ട് നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ, നിന്റെ നടപ്പിന്റെ നിർമ്മല നിന്റെ പ്രത്യാശയല്ലയോ? അപ്പൊ നിനക്ക് ഭക്തി ഇല്ലേ?
ഹല്ലേലൂയ. അപ്പൊ ദൈവത്തോടുള്ള ഭയവും വിശ്വാസവും സ്നേഹവും എല്ലാം കൂടെ ചേരുന്ന ദൈവത്തിന്റെ ഭക്തി എന്ന് പറയാം. അപ്പൊ ആ ഭക്തി നിനക്കില്ലേ? എന്നിട്ട് ആ ഭക്തി എന്താ പറയാ, നിന്റെ ആശ്രയമല്ലേ. അപ്പൊ നമുക്ക് ദൈവത്തോടുള്ള ഭക്തി നമ്മുടെ ആശ്രയമായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇത് നമുക്ക് ആശ്രയമായിരിക്കണം, മറ്റൊന്നിലുമല്ല നമ്മൾ ആശ്രയം. ഇത് നിനക്ക് ആശ്രയമല്ലേ, അങ്ങോട്ട് ചോദിക്കുക. എന്നിട്ട് പറയുന്ന നിന്റെ നടപ്പിന്റെ നിർമ്മല നിന്റെ പ്രത്യാശയില്ല. ഓർത്തു നോക്ക, നിർദോഷിയെ നശിച്ചൻ ആർ, നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ. ഹാലേലിയ. അപ്പൊ ഇത് തന്നെ നമ്മൾ പറയാം, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കത്തില്ല. ഹാലേലൂയ. അവർ പോകുന്നത് ഇന്നലെ പറഞ്ഞ പോലെ തീ കൂടെ ആയിരിക്കും, പക്ഷെ വെള്ളത്തിൽ കൂടെ ആയിരിക്കും. ഹാഷ്യക്കാരുടെ എല്ലാം ഞാൻ നിന്നെ കൈവിട്ട് നീ മുങ്ങിയൊക്കെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടിങ്ങ് വാന്നല്ല. ഹാലേലിയ. കർത്താവ് പറഞ്ഞിട്ട് ഇറങ്ങിയതെങ്കിൽ മുങ്ങി പോവുകയാണെങ്കിൽ പിടിച്ചുയർത്താനും കർത്താവിനറിയാം. പത്രോസിനോട് നാദാ നീയാണ്, ഞാനും അങ്ങോട്ട് വരട്ടെ, ഞാൻ പോരാൻ പറഞ്ഞു. ആരെ പറഞ്ഞു? യേശപ്പച്ചനെ പറഞ്ഞു. ഹല്ലേലൂയ. പറഞ്ഞപ്പം പത്രോസ് ഇറങ്ങി നടന്നു. പ്രതികൂലമൊക്കെ കണ്ട് മുങ്ങി. പക്ഷെ അപ്പൊ പത്രോസ് എന്നോട് ദൈവം പറഞ്ഞു, കർത്താവ് പറഞ്ഞു, നീ പ്രതികൂലം കടന്നുണ്ട്, നീ എന്നെ നോക്കാതെ പ്രതികൂലത്തെ നോക്കി നീ മുങ്ങിയതുകൊണ്ട് നീ തന്നെ മുങ്ങിവാ, അല്ലെങ്കിൽ നീ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് കയറുക എന്ന് പറഞ്ഞു. ഇല്ല. അവിടെ നാദാ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോഴത്തേന്, വിളിച്ചപ്പോഴത്തേന് കർത്താവ് തന്നെ പൊക്കുക. എന്നിട്ട് കർത്താവ് തന്നെ കരം പിടിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് നടന്ന് തന്നെ വെള്ളത്തിന്റെ മീതെ നടന്ന് തന്നെ അവർ പടകിൽ വന്ന് കയറുന്നു. അപ്പൊ നമ്മളെ ഒരിടത്തേക്ക് ഇറക്കിയെങ്കിൽ അതിലൂടെ പൂർത്തിയാക്കിക്കാനും നടത്താനും കരം പിടിക്കുന്ന ദൈവമുണ്ട്. നമ്മൾ നമ്മൾ ഒറ്റയ്ക്കാ പോകുന്നതെന്ന് വിളിച്ച് ഇറക്കി. നമ്മൾ പലപ്പോഴും കേൾക്കേണ്ടത്, കർത്താവ് നീയല്ലേ വിളിച്ചത്, നീയല്ലേ എന്നെ തെരഞ്ഞെടുത്തത്, നീയല്ലേ എന്നെ വിളിച്ചിറക്കി, എന്നിട്ട് എന്താ എനിക്കിത് എന്ന് ചോദിക്കാറുണ്ടല്ലേ. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പണ്ടിപ്പോഴ് അല്ലെ കുറെ നാൾ പോയത്, കർത്താവ് ശരിക്കും നീ എന്നെ വിളിച്ചത് തന്നെയാണോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മുതലേ ഫുള്ള് പ്രോബ്ലം. അപ്പൊ ഞാൻ പറയും, കർത്താവ് നീ ഞാൻ തന്നെയാണ് എന്നെ വിളിച്ചത്, ഞാൻ ശരിക്കും നിന്റെ വിളി തന്നെയാണ് കേട്ടത്. ഹല്ലേലൂയ. കാരണം ഒരു മനുഷ്യൻ സുവിശേഷം പറയാതെ ദൈവം നേരിട്ട് സംസാരിച്ചപ്പോഴാണ് ഞാൻ വിശ്വാസത്തിലേക്ക് ഇതിലേക്ക് വരാൻ കാര്യം. അപ്പം ദൈവത്തിന്റെ വചനം എന്നോട് സംസാരിച്ചപ്പോഴാണ് അപ്പം അപ്പൊ ഞാൻ എന്നിട്ട് പിന്നെ ചെയ്തതിന്റെ തോന്നലൊന്നും ആയിരുന്നില്ല, ദൈവം തന്നെ നേരിട്ട് വിളിച്ചതല്ലേന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രതികൂലത്തിൽ പകച്ചു നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോകും ചിലപ്പോഴൊക്കെ. അപ്പൊ ഇവിടെ യോബുവിനോടും എലിഫ് ചോദിക്കുന്ന കണക്ക്, നീ ഇങ്ങനെയൊക്കെ അല്ലായത്, നീ ഇങ്ങനെയൊക്കെ ആയത്. പക്ഷെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഒരു കാര്യം വരുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പ്രതിസന്ധിയിലേക്ക് കടക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മളും അറിയാണ്ട് ചിലപ്പോൾ നമ്മളും ചോദിച്ചു പോകുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ. പക്ഷേ നമ്മൾ ഹല്ലേലൂയ അവിടെയൊക്കെ നമ്മൾ അറിയേണ്ട കാര്യം, നമ്മൾ ദൈവവുമായിട്ട് ഹല്ലേലൂയ എപ്പോഴും ഒരു കണക്ഷനുള്ള പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമ്മൾ കേൾക്കുമെങ്കിൽ ഏത് പ്രതികൂലത്തിൽ നമ്മൾ ആയിരിക്കുമ്പോഴും ഹല്ലേലൂയ നമുക്ക് വേണ്ടുന്ന വചനം തന്ന് ഹല്ലേലൂയ നമുക്ക് വേണ്ടുന്ന പ്രത്യാശ തന്ന് നമ്മൾ ഉറപ്പിച്ചു നിർത്തുന്ന ദൈവം അന്ത്യത്തോളം ഹല്ലേലൂയ നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നത് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മളെ പകുതി വഴിക്ക് വിട്ടിട്ട് പോകത്തില്ല. നമ്മൾ ഒരു വിഷയത്തിനും ദൈവത്തിന് പരിഹാരം കാണാൻ കഴിയാത്ത ഒരു വിഷയം നമ്മുടെ ജീവിതത്തിലില്ല. ഹല്ലേലൂയ. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ എന്റെ അനുഭവത്തിൽ നിങ്ങൾക്ക് എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും എന്റെ അനുഭവത്തിൽ നിന്ന് സംസാരിക്കും. കാരണം എന്റെ ദൈവം എനിക്ക് ഓരോ ദിവസവും ഇതുപോലെ എന്റെ കുഞ്ഞിന്റെ വിഷയമാണെങ്കിലൊക്കെ നമ്മൾ പഠിക്കാനൊക്കെ പോകുന്ന കാര്യത്തിലൊക്കെ ഓരോരുത്തരും പഠിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വാക്തത്വമുള്ള അത് വിടാൻ പറയും. മിനിസിസ്റ്റർ അത്രയും വിശ്വാസം ഇല്ലെന്ന് പറയുന്നവരുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഞാനൊക്കെ മൂവ് ചെയ്ത് വെറും വിശ്വാസത്തിൽ മാത്രമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു, പക്ഷെ ദൈവത്തിന്റെ ആലോചനയാണ്, ദൈവത്തിന്റെ വാക്തത്വമായിരുന്നു. കൊച്ചിനെ UK വിട്ട് പഠിപ്പിക്കുന്നു. അപ്പൊ പഠിപ്പിക്കാൻ പറഞ്ഞ കർത്താവ് പഠിപ്പിക്കുന്നു പറഞ്ഞ കർത്താവ് അങ്ങ് ചെയ്തോളാം ഞാൻ. അത് പക്ഷേ കർത്താവ് അപ്പോൾ കർത്താവ് നേരിട്ട് ഇറങ്ങി വന്ന് ചെയ്യല്ല. ഞാൻ പറയാം, ഇടപെടേണ്ട വ്യക്തികളോട് ഇടപെട്ട് അവരോട് സംസാരിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്തിടത്തുനിന്ന് പോലും അതിന് വേണം നന്മകൾ ഒരുക്കി ഇതുവരെ ഇന്നത്തെ ദിവസം വരെ ഒരു മുട്ടുമില്ലാതെ വിഷമിച്ചിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. നാളെ എന്തെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ദൈവം നടത്തിയെങ്കിൽ നാളെ നമ്മൾ നടത്താൻ വിശ്വസ്തനാണ്. ഇന്നലകളിൽ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം നാളെയും പ്രവർത്തിക്കും. നാളെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്ന് പോയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ എപ്പോഴും തുറന്നിരിക്കുന്ന കിളിവാത് ദാനിയേലിന്റെ കിളിവാത് തുറന്നിരുന്നത് പോലെ തന്നെ നമ്മളെപ്പോഴും ദൈവമായിട്ട് ദൈവമായിട്ടുള്ള കണക്റ്റഡ് ആയി തന്നെ ഇരിക്കുക. ആ കണക്ഷൻ വിച്ഛേദിച്ച് കളയരുത്. നിങ്ങൾ ഏതൊക്കെ സാഹചര്യത്തിൽ പോകുമ്പോൾ, എത്ര സമ്പത്ത് വന്നാലും എത്ര താഴ്ച വന്നാലും എത്ര ഉയർച്ച വന്നാലും ആ ദൈവമായിട്ടുള്ള കണക്ഷൻ മാത്രം കളയരുത്. ദാനിയേൽ വലിയ ഉയർന്ന പൊസിഷനിലേക്ക് എത്തിയാൽ അന്നേരം
അല്ല വന്ന ഹാലേല അടിമയായിട്ട് പിടിച്ചോണ്ടെന്ന പൊസിഷനിലല്ല ദാനിയേൽ. അപ്പോൾ അല്ലെ ദാനിയേൽ ഹാലേല അവിടുത്തെ ഏറ്റവും വലിയ ഹാലേല ആമ എല്ലാവരെക്കാട്ടും മുകളിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് ദാനിയേലാണ്. ആ സമയത്ത് പോലും ദാനിയേലും ദൈവമായിട്ടുള്ള ആ കണക്ഷൻ ഹാലേല അത് ഒരിക്കൽ പോലും അടച്ചു കളഞ്ഞിരുന്നില്ല. അതായിരുന്നു ദാനിയേലിന്റെ ഏറ്റവും വലിയ ഹാലേല വിശ്വാസം പ്രത്യാശയും ഹാലേല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വിഷയം വന്നിട്ട് പോലും അവിടെ പതറാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വിഷയങ്ങൾ ചിലപ്പം സിംഹം കൂടെ ആയിരിക്കും, ചിലപ്പോൾ തീച്ചുളി ആയിരിക്കും ഇതൊക്കെ വരും. പക്ഷെ വരുമ്പോഴെല്ലാം നമ്മൾ അറിയണം നമ്മുടെ ദൈവം ആരാണ്. തിരിച്ച് തികഞ്ഞ ബോധ്യം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ദൈവമായിട്ട് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധം. എന്തായാലും വചനത്തിന്റെ വെളിപ്പാടുകൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന രഹസ്യങ്ങളാണ്. ഈ രഹസ്യങ്ങൾ ദൈവം പറഞ്ഞു തരണമെങ്കിൽ ദൈവത്തിന്റെ രഹസ്യം പറയുന്ന ആരോടാ? അടുത്തിരിക്കുന്നവരോടാ പറയുന്നല്ലേ. ദൈവമായിട്ട് ഏറ്റവും അടുപ്പം. അപ്പൊ ദൈവമായിട്ട് നമ്മൾ അടുപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഹൃദയത്തെ ആഴ്ത്തി കിടക്കുന്ന രഹസ്യം നമുക്ക് കിട്ടത്തുള്ളൂ. അതാണ് മർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഹാലേലൂയ. വചനത്തിന്റെ മർമ്മങ്ങൾ അങ്ങനെ. അപ്പൊ നമ്മൾ ദൈവമായിട്ട് അത്ര അടുപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മളോട് ഷെയർ ചെയ്യും. അപ്പൊ അതുപോലെ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും വലുത്. മനുഷ്യരോടൊക്കെ നമുക്ക് എനിക്കൂടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി അറിയുന്നൊക്കെ പറയുന്നേക്കാട്ടി എനിക്ക് സർവശക്തര ദൈവമായിട്ട് ഏറ്റവും അടുത്തൊരു ബന്ധമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മളെല്ലാവരും ഹാലേലൂയ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒരു ഫെലോഷിപ്പ് എപ്പോഴും ദൈവമായിട്ട് അത് കണക്ഷൻ വിച്ഛേദിക്കരുത്, ഒരിക്കലും അത് അടയരുത്. എപ്പോഴും ലൈവായി തന്നെ നിൽക്കുന്ന രീതിയിൽ ഒരു ബന്ധത്തിലൂടെ നമുക്ക് മുൻപോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹാലേലൂയ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ഹാലേലൂയ അതിനൊന്നും കണ്ട് ഭയപ്പെടത്തില്ല, അവിടെ ഒന്നും നെഗറ്റീവ് പറയത്തില്ല. ഹാലേലൂയ നമ്മൾ ദൈവത്തെ പ്രത്യാശിച്ച് നമുക്ക് മുൻപോട്ട് വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.